കൊച്ചിയിൽ ചലച്ചിത്രം നടിക്കുന്നവരെ ലൈംഗിക അതിക്രമം കലൂർ സ്റ്റേഡിയം പരിസരത്ത് നടക്കാനെത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നടിക്കുന്നവരെ അതിക്രമം ഉണ്ടായത്. നടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കത്തർക്കടവ് സ്വദേശി വിപിൻ റോയിയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, രാത്രി സമയങ്ങൾ നമുക്കറിയാം, ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത്, അതല്ലെങ്കിൽ പനമ്പള്ളി നഗറിൻ്റെ വാക്വേ, മറൈൻ ഡ്രൈവ്, ഈ പ്രദേശങ്ങളിലൊക്കെ നിരവധി ആളുകൾ വ്യായാമത്തിനും രാത്രി നടക്കാൻ വേണ്ടിയും രാത്രി സമയം ചെലവഴിക്കാൻ വേണ്ടിയും വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടിയൊക്കെ എത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങൾ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്നൊരു സംഭവമാണിത്. എപ്പോഴായിരുന്നു ഈ അതിക്രമം ഉണ്ടായത്? കേസിൽ പ്രതിയിലേക്ക് എങ്ങനെയാണ് എത്താൻ കഴിഞ്ഞത്? വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു ഈ നടി കലൂർ സ്റ്റേഡിയത്തിൽ നടക്കാൻ വേണ്ടി ഇറങ്ങിയത്. ആ സമയത്താണ് ഈ യുവാവ്, കൊച്ചി കടവന്ത്ര സ്വദേശിയായ ബിപിൻ റോയ് ഈ പെൺകുട്ടിയെ പിന്തുടരുകയും അതിനുശേഷം സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നടി അതിന് തയ്യാറാകാത്തതോടുകൂടിയാണ് ശരീരത്തിൽ കടന്നു പിടിച്ചത്. ഇതിനെ തുടർന്ന് നടി പാലാരിവട്ടം പോലീസിന് പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പിടികൂടിയത് ഈ നടി മറ്റൊരു പരാതി കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ നടിയോട് മെസ്സേജുകൾ അയക്കുകയും ശല്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. നടിയോട് ഈ യുവാവിന് പ്രണയമാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ ഭാഗമായി പലപ്പോഴും മെസ്സേജുകൾ അയച്ചു. അതേസമയം നടിക്ക് താല്പര്യമില്ലാത്തതിനെ തുടർന്ന് പലതവണ ഈ യുവാവിനെ വാൺ ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും അത് കേൾക്കാതെ വീണ്ടും മെസ്സേജ് അയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ ഈ യുവതി ഇയാളെ ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. പിന്നീട് ഈ നടി സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലിട്ട സ്റ്റാറ്റസ് കണ്ടിട്ടാണ്, അതായത് എവിടെയാണ് ആ ലൊക്കേഷൻ കണ്ടിട്ടാണ് അത് തേടിപ്പിടിച്ച് യുവാവ് വരികയും അവിടെ വെച്ച് പെൺകുട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് ശരീരത്തിൽ കയറി പിടിച്ചത്. എന്തായാലും സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. എന്തായാലും യുവാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുൻപരിചയമുള്ള ആളാണോ ഈ പ്രതി? നടിക്ക് ഇങ്ങനെ പതിവായി ശല്യപ്പെടുത്തിയിരുന്നു, ഇഷ്ടമാണെന്ന് പിന്നാലെ നടന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നു. അങ്ങനെ നേരിട്ട് പരിചയമുള്ളവരാണോ അതോ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉള്ള ശല്യമായിരുന്നു ഇത്? നടി പറയുന്നത് പ്രകാരം നേരിട്ട് പരിചയമില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ യുവാവ് എപ്പോഴും മെസ്സേജ് അയക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് മെസ്സേജ് അയച്ച് ഇഷ്ടമാണെന്ന് പറയുകയും അത്തരത്തിലുള്ള ശല്യങ്ങളുമൊക്കെ നടത്തിയിരുന്നത്. പെൺകുട്ടി പലതവണ വാൺ ചെയ്തു. അതിനുശേഷമാണ് ബ്ലോക്ക് ചെയ്തത്. പിന്നീട് യുവാവ് പെൺകുട്ടി എവിടെയുണ്ടെന്ന് തേടിപ്പിടിച്ചു വന്ന് ദേഹത്ത് കയറി പിടിക്കുകയായിരുന്നു, സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇയാളുടെ സോഷ്യൽ മീഡിയ അടക്കം പരിശോധിച്ചതിനൊടുവിലാണ് പിടികൂടുകയും റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. മറ്റ് പരിചയങ്ങളൊന്നും തന്നെ യുവാവുമായി ഉണ്ടായിരുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ശല്യം, ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള മെസ്സേജ് അയച്ചുള്ള ശല്യം മാത്രമായിരുന്നു യുവാവിൽ നിന്നുണ്ടായിരുന്നതെന്നാണ് നടി പറയുന്നത്. ഇതിനു മുൻപ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രവൃത്തികൾ, ഇതുപോലുള്ള ശല്യപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? നടി ഇതിനു മുൻപ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നോ? മാത്രമല്ല, ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? പെൺകുട്ടി പറയുന്നതനുസരിച്ച്, നടി പറയുന്നതനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രമാണ് യുവാവിൽ നിന്നും ശല്യം ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് നേരിട്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി യുവാവിൽ നിന്നും ഉണ്ടായിരുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. MBA ബിരുദധാരിയായ പ്രതി ഈ കാക്കനാട്ടത്തെ ഒരു IT സ്ഥാപനത്തിലെ മാനേജറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുക, സ്ത്രീകളോട് അതിക്രമം നടത്തുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു ആരാധകൻ എന്ന നിലയിലാണ് ഈ പെൺകുട്ടിയോട് ആദ്യം ഈ യുവാവ് മെസ്സേജ് അയച്ചത്. പിന്നീടാണ് പ്രണയാഭ്യർത്ഥന നടത്തുകയും തുടർന്നുള്ള
ശല്യപ്പെടുത്തുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് യുവതി ഇയാളെ ബ്ലോക്ക് ചെയ്തിരുന്നു. പിന്നീട് ഈ ലൊക്കേഷൻ കടവന്ത്രയിലുണ്ടെന്ന തന്റെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റാറ്റസ് കണ്ടാണ് ആ ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് യുവാവ് അവിടെ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കലൂർ സ്റ്റേഡിയത്തിന് സമീപം നടക്കാനിറങ്ങിയ ചലച്ചിത്ര നടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.